ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും വളരെ ജയിച്ചല്ലേ? നമ്മുടെ പൗരേഷ് സാർക്ക് നല്ലൊരു കൈകൊണ്ട്. കാരണം പൗരേഷ് സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞാൻ ഒന്നും സംസാരിക്കുന്നതിൽ നിന്ന്. എന്റെ പേര് സുരേഷ് എന്നാണ്. മഞ്ചേരിയാണ് സ്ഥലം. പ്രൊഫഷണൽ ബിസിനസ്മാൻ ആണ്. 2017 ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തത് നമ്മുടെയൊക്കെ ഗ്രേറ്റ് ITC വിനോദ് സാറാണ്. അതുപോലെ തന്നെ എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ നിർബന്ധമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റിയെ ജോയിൻ ചെയ്യിപ്പിച്ചത് നമ്മുടെയൊക്കെ ഗ്രേറ്റ് NTC ഷംസുദ്ദീൻ സാറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ തുടക്കകാലങ്ങളിൽ നമുക്കെല്ലാം ഗൈഡൻസ് തന്ന് നമ്മളെ വിജയിപ്പിച്ച നമ്മുടെ ഗ്രേറ്റ് ITC മനോജ് സാർ. അതുപോലെ തന്നെ ഇന്ത്യ സ്റ്റേറ്റില് ഇങ്ങനെ ITC ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്നെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ടീമിലുള്ള എല്ലാ ലീഡേഴ്സിനെയും ഹൃദയത്തിന്റെ ഭാഷയിലേക്ക് നന്ദി രേഖപ്പെടുത്തണം. നല്ല കൈ കൊടുക്കാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ റമദാൻ മാസത്തിൽ നമ്മുടെ നോമ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഈ ഏകദേശം ഇത് രാവിലെ ഞാൻ റേഡിയോയിൽ കേട്ടു. ഈ ലാസ്റ്റത്തെ 10 ദിവസമാണ് നമ്മുടെ നോമ്പിന്റെ 10 ദിവസമാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ നോൽപ്പ് നോക്കുന്ന ആളെന്നല്ല, പക്ഷെ ഈ നോൽപ്പ് മാസത്തില് ഈ നോൽപ്പ് നോൽക്കുന്ന ആൾക്കാരെ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ശ്രദ്ധിക്കാറ്. കാരണം എന്താ അറിയോ, ഈ ഒരു നോൽപ്പ് അല്ലെങ്കിൽ ഈ ഒരു നോയമ്പ് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ പറയും, ഈ നോമ്പ് കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാര് എത്ര പേര് നോമ്പ് കൃത്യമായിട്ട് നോക്കുന്നത് എനിക്കറിയില്ല. നോമ്പിന് കുറെ ചിട്ടകളുണ്ടല്ലേ? നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം, കൃത്യമായിട്ട് നോമ്പ് നോക്കണം, ഭക്ഷണം കഴിക്കാൻ പാടില്ല, മുഴുകീര് ഇറക്കാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണം, ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് 30 ദിവസം ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഈ ബിസിനസ്സിൽ ഡയമണ്ട് ആണ്. ഒരു സംശയമില്ല. നല്ലൊരു കൈ കൊടുക്കാം. കാരണം എന്താ അറിയോ, ഈ ഒരു നോമ്പ് മാസത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു മാസമാണിത്. നിങ്ങളെ കൊണ്ട് എന്തും സാധിക്കും. കാരണം എനിക്കറിയാം, ചില സുഹൃത്തുക്കൾ, നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്, ഒരു നേരം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. പക്ഷെ ഈ ആളുകള് ഈ ഒരു മാസം ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് നമ്മൾ വളരെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു പ്രോസ്പെക്ടിന് വീട്ടിൽ പോയ സമയത്ത് അയാൾക്ക് അപസ്മാരം വന്നിട്ട് അയാൾ ക്ഷീണിച്ചു കിടക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഈ അപസ്മാരം ആദ്യമായിട്ടാണോ വരുന്നത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, എല്ലാ നോമ്പ് മാസങ്ങളിലും ഇങ്ങനെ അപസ്മാരം വരാറുണ്ട്. കാരണം ഈ നോമ്പ് നോക്കി ക്ഷീണം കൂടുതലാവുമ്പോ അദ്ദേഹത്തിന് ഈ ഒരു പ്രോബ്ലം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു അപസ്മാരം വരുന്നത് കൊണ്ട് ഒരിക്കലും അദ്ദേഹം നോമ്പ് നോക്കാതിരിക്കാറില്ല. അത് വരുമ്പോ അദ്ദേഹം കുറച്ച് റെസ്റ്റ് എടുക്കും, പിറ്റേ നോമ്പ് നോക്കും. ഞാൻ പറയുന്നത് അത്രയും നമ്മളെ കൊണ്ട് എന്തും സാധിക്കും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തും സാധിക്കുമെന്ന് നമ്മൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം കടന്നുപോയത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എപ്പോഴും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കും, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് എന്തൊരു ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോഴും ആളുകൾ ഏറ്റെടുക്കാത്തതിന്റെ പ്രധാന കാരണം ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന ഒരു സംശയം കൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേട്ട സമയത്ത് ഞാൻ എന്താ ചെയ്തത്, ആദ്യം ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന വ്യക്തിയെ പരിചയപ്പെടാൻ പോയി. ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ അന്ന് 2017 ഈ ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോൾ അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന മുബീൻ സാറെ പരിചയപ്പെടാൻ ഞാൻ പോയി. മുബീൻ സാറിന്റെ സ്പീച്ച് കേട്ടപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് ഇവിടെ നടക്കും. മുബീൻ സാർക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് എനിക്കും കിട്ടും എന്നൊരു ബോധ്യം എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ത്യയുടെ ധാരാളം ആളുകൾ സ്റ്റേജിൽ കയറി ഇറങ്ങി. ഇപ്പൊ പതിനേഴ് സാറൊക്കെ വളരെ ഡീറ്റെയിൽ സംസാരിച്ചു. പക്ഷെ പതിനേഴ് സാറോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരും നോക്കൂ, വളരെ സ്ക്രാച്ച് ലെവലില് ഒരു കൂലിപ്പണിക്കാരൻ, അച്ഛനില്ല, അമ്മ ഒറ്റയ്ക്കുള്ള, അദ്ദേഹം അത്രയും പാവപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത് ഇതുപോലെ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കാർക്കും നിങ്ങളൊന്ന് വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ്. നല്ല കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ നോമ്പ് മാസത്തില് ഈ 30 ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം പോലും നോമ്പ് നോക്കാതെ ഇരിക്കാതെ ഈ 30 ദിവസം കൃത്യമായിട്ട് നിങ്ങൾ നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഇനി ജീവിതത്തിൽ അടുത്ത 5 വർഷം, ഞാൻ പറയുന്നത് അടുത്ത 5 വർഷം ഞാൻ പറയുന്നുള്ളൂ, അടുത്ത 5 വർഷം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, നിങ്ങൾ
ചെയ്യുക. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് നിങ്ങളുടെ പരിചയക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുക. ഈ ഓപ്പർച്യൂണിറ്റി നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക്, പരമാവധി ആളുകൾക്ക്, നിങ്ങളുടെ കുടുംബക്കാർക്കും പരിചയക്കാർക്കും അയൽവാസികൾക്കും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരെയും പരിചയപ്പെട്ടിട്ട് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങള് അടുത്ത 5 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട്, അതാണ് ഈ കൺസിസ്റ്റൻസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ ബിസിനസ്സില് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയൊരു സ്കില്ലുകൾ ആവുന്നല്ല, ഞാൻ വലിയൊരു ടാലന്റഡ് ആവുന്നല്ല. പക്ഷെ എനിക്കൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അതിൽ വിജയിക്കുന്നത് വരെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു തുടങ്ങി 6 വർഷമായിട്ട് ഒരു ദിവസം പോലും ഈ ബിസിനസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാത്ത ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കൺസിസ്റ്റൻസി. ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന 5 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ, ഈ ഇരിക്കുന്ന എല്ലാവരും 5 വർഷം കഴിയുമ്പോ സ്റ്റേജില് ഏറ്റവും മിനിമം ഒരു ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ